പ്രവാചക തിരുമേനിയുടെ കേശമാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം. അതിനുവേണ്ടി പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രാജ്യത്തിനകത്തും പുറത്തും 40 കോടി രൂപ സംഘടിപ്പിക്കാൻ വേണ്ടി വ്യാപകമായ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ ഒരൊറ്റ പ്രശ്നം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ മുടി സമസ്ത കേരള ജംഇയ്യത്തുടെ കേന്ദ്ര മുഷാവറയുടെ വാക്ക് കടമെടുത്താൽ വിവാദമുടി. ഈ വിവാദമുടി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് തന്നെയാണോ അല്ലേ എന്ന ഗൗരവതരമായ വിഷയമാണ് നമുക്ക് മുമ്പിലുള്ളത്. മതപരമായ നിയമങ്ങളും മാനദണ്ഡങ്ങളും വെച്ച് നോക്കിയാൽ അഷ്റഫൈ സൂചിപ്പിച്ചു, തങ്ങളൊരു വാക്ക് പറഞ്ഞാൽ പോലും അത് സ്ഥിരീകരിക്കപ്പെടണമെങ്കിൽ എത്ര മഷഹൂറായ ശുഹറത്തുള്ള ആളുകൾ പറഞ്ഞാലും സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് ഇസ്ലാമിക നിയമം. അത് പ്രവാചക തിരുമേനിയിലേക്ക് കൈമാറിപ്പോന്ന ആ പരമ്പരയിൽപ്പെട്ട ആളുകളെ നമുക്ക് കിട്ടണം. ആ പരമ്പരയിൽപ്പെട്ട ആളുകളെ കിട്ടുന്നത് വെറുതെ കാണാനല്ല, ലിസ്റ്റ് വായിക്കാനല്ല, അതിൽ ഓരോ ആളുടെയും ഹിസ്റ്ററി കിട്ടണം. ചരിത്രമറിയാത്ത ആളുകളെ പരമ്പരയിൽ വായിച്ചിട്ട് കാര്യമില്ല. ആ ഓരോ വ്യക്തികളെയും ഹിസ്റ്ററി, ചരിത്രം കിട്ടിയിട്ട് അവർ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർ വിശ്വാസയോഗ്യരും സത്യസന്ധരുമാണെന്ന് ബോധ്യപ്പെടണം. എങ്കിൽ മാത്രമേ പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതുപോലും ഇസ്ലാമിക സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയൂ. ഇത് ഇസ്ലാമിക നിയമമാണ്. ഇത് പ്രവാചക തിരുമേനിയുടെ മുടിയാണ് എന്നാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുമ്പോൾ എന്തായിരുന്നാലും അത് കൈമാറിപ്പോകുന്ന വിശ്വാസയോഗ്യരായ ആളുകളുടെ പരമ്പര നമുക്ക് കിട്ടണം. സാമാന്യമായ ഇസ്ലാമിക നിയമമാണ്, മര്യാദയാണ്. ഈ പ്രശ്നമാണ് നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിന് ഇത്ര വലിയ വിവാദങ്ങളും വാദകോലാഹലങ്ങളും പ്രശ്നങ്ങളും സമൂഹത്തിന് മുമ്പിൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. 2 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം ഇവർക്ക് നടക്കുമെങ്കിൽ ഇത് പരിഹരിക്കാൻ സാധിക്കും. ഇതിന് 7 മണിക്കൂർ പ്രഭാഷണ പരിപാടി വെക്കേണ്ട ആവശ്യമില്ല. ഇതാ ആ മുടിയുടെ പരമ്പര ഇങ്ങനെയാണ്, കൃത്യമായി 1 by 1 ആയി 2 or 3 മിനിറ്റ് കൊണ്ട് വായിച്ചു തീർക്കാൻ സാധിക്കും. അതോടുകൂടി അത് പരിശോധിക്കപ്പെടും. എവിടെ വെച്ചാണ് ഈ മുടി ഇത്ര ആയിരങ്ങളായി വളർന്നു വന്നത്, ആരുടെ കയ്യിൽ വെച്ചാണ് ഈ അമാനുഷികത സംഭവിച്ചതൊക്കെ നമ്മൾ പരിശോധിക്കും. ആ പരമ്പര ഒരു 3 മിനിറ്റ് കൊണ്ട് കൈമാറി തന്നാൽ മതി. അതോടെ ഈ പ്രശ്നം അവസാനിക്കും. 2 തീർപ്പ് കൽപ്പിക്കപ്പെടും. പക്ഷെ അത് കൈമാറുന്നില്ല, ജനസമൂഹം സമർപ്പിക്കുന്നില്ല എന്നത് തന്നെയാണ് ഗൗരവതരമായ വിഷയം. ഇല്ലെന്ന് മാത്രമല്ല, ഈ പരമ്പരയുടെ പേരിൽ, സനദിന്റെ പേരിൽ പാവപ്പെട്ട ഇസ്ലാമിക സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കങ്ങൾ, വഞ്ചനാത്മകമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഷ്റഫൈ സൂചിപ്പിച്ചല്ലോ, ഇവർ പറയുന്ന ജനലക്ഷങ്ങൾ എന്ന് പറയുന്ന കാരന്തൂർ മർക്കസിൽ സമ്മേളനത്തിൽ പങ്കെടുത്ത 1000 നോക്കുക, ജനലക്ഷങ്ങൾ ആ ക്യാമ്പസിൽ കൊള്ളൂരാണ് പോയ എല്ലാ ആളുകൾക്കും അറിയാം. 1000 പങ്കെടുത്ത ആ സമ്മേളനത്തിലെ സാക്ഷി നിർത്തിക്കൊണ്ട് പച്ചയായി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ് അറബിയുടെ പ്രഭാഷണം പരിഭാഷപ്പെടുത്തുന്നത് മുടി കൈമാറിയ ആളുടെ. അയാൾ അതിന്റെ ആമുഖമായി ഒരു കാര്യം പറയുന്നുണ്ട്. നേരത്തെ നമ്മുടെ ഒരു 1-ാം മുടി അവിടെ ഉണ്ടായിരുന്നു. ആ മുടിക്ക് ഇപ്പൊ 40 കോടിന്റെ പള്ളി വേണ്ട 400 രൂപയുടെ പെട്ടി പോലും അത് സൂക്ഷിച്ചു വെക്കാൻ ഉണ്ടാക്കുന്ന പ്രശ്നമില്ല. അവർക്കത് വിശ്വാസമില്ലെന്ന് അവർക്കറിയാം. അത് മാറ്റി വെച്ചിട്ടുണ്ട്. അന്ന് ആ മുടിയുടെ സനത് നമ്മൾ അതിലേക്ക് കൈമാറിപ്പോന്ന പരമ്പര ചോദിച്ചതിന്റെ പേരിൽ, അത് ചോദിച്ചത് പ്രാഥമികമായ ഒരു മര്യാദ എന്ന നിലയിൽ ആദ്യം ടെലഫോൺ ബന്ധപ്പെടാമെന്ന് വിചാരിച്ചുകൊണ്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറുമായി ടെലഫോൺ സംഭാഷണം നടത്തിയതിനെ പരിഹസിച്ചുകൊണ്ട് ആദ്യമായി പരമ്പര ഇവിടെ വായിക്കുന്നതിന് മുമ്പ് ഇതാണ് മുടിയുടെ സനത് പരമ്പര എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ അറബ് സഹോദരന്റെ കുടുംബ പരമ്പരയാണ് വായിച്ചു കേൾപ്പിക്കുന്നത്. അഷ്റഫ് ഫൈസ് പറഞ്ഞല്ലോ, അതിനാമുഖമായി പേരോട് പറയുന്നുണ്ട്, ഇതാ സനത് ടെലഫോണിൽ ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കാത്തതിന് ക്ഷോഭിച്ചവർക്ക് വേണ്ടി ഇതാ സനത് ഇവിടെ വായിച്ചുകൊണ്ടാണ് ഈ മുടി കൈമാറുന്നതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. ആ പറയുന്നത് അവർക്ക് തന്നെ ഇതൊക്കെ അവർക്ക് വിനയായി മാറുമെന്ന് വിചാരിച്ച് CD ഇറക്കിയപ്പോൾ ആ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഡൗൺലോഡ് ചെയ്ത് വെച്ച ലൈവായ പരിപാടി ഡൗൺലോഡ് ചെയ്തപ്പോൾ അതിൽ ഇന്നും ബാക്കി നിൽക്കുന്നു. പേരോട് ആമുഖമായി പറയുന്നത് നിങ്ങൾ നോക്കൂ, പരസ്യമായി ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. മുഹമ്മദ് അൽ ഖസ്റജി അവരുടെ മകൻ അഹ്മദ് മുഹമ്മദ് അൽ ഖസ്റജി അവരുകളാണ് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഇവിടെയുള്ള മുടിയുടെ സനദ് ഇവിടെ അച്ചടിച്ചു വെച്ചതാണെങ്കിലും
ആ സനത് ടെലിഫോണിൽ പറഞ്ഞു കൊടുക്കാത്തതിനാൽ ആർക്കെല്ലാമോ ക്ഷോഭമുണ്ടായതായി അറിഞ്ഞിരുന്നു. അല്ലാഹു തആല അവർക്കും നമുക്കുമൊക്കെ മനസ്സ് നന്നാക്കി തരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ആദരിക്കാൻ എല്ലാവർക്കും അല്ലാഹു ഭാഗ്യം നൽകുകയും ചെയ്യുമാറാകട്ടെ. നോക്കുക, അദ്ദേഹം പറയുന്നത് അതിന്റെ സനത് കൃത്യമായി ആ പരമ്പര അച്ചടിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും അത് പ്രശ്നമാക്കിയതിന് പേരില്ല രണ്ടാമത്തെ മുടിയുടെ സനത് പരസ്യമായി വായിച്ചുകൊണ്ടാണ് കൈമാറുന്നതെന്ന് അദ്ദേഹം പറയുന്നതെന്ന് മാത്രമല്ല, വീണ്ടും അദ്ദേഹം അത് ആവർത്തിക്കുന്നുണ്ട്. CD-യിൽ ആ ഭാഗം നമുക്ക് കൃത്യമായി ഇന്നും കാണാൻ സാധിക്കും. ഇതേ വിഷയം ഒന്നുകൂടി അദ്ദേഹം ആവർത്തിക്കട്ടെ. തങ്ങളുടെ പുണ്യകേശം മഹാനായ ശൈഖ് അബൂബക്കറിലേക്ക് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സയ്യിദി മുഹമ്മദ് ഖാദി അവർകൾ അതിന്റെ സനത് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ഷെയ്ഖ് അബൂബക്കർ അവരുടെ കയ്യിലേക്ക് ഞാൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. ഇവർക്ക് കൃത്യമായി അറിയാം, നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ തന്നെ പ്രശ്നത്തിന്റെ മർമ്മം ഇത് കൈമാറിപ്പോന്ന പരമ്പര സനതാണ് പ്രശ്നം. ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത് ഇതിന്റെ സനത്, ഇതിന്റെ പരമ്പര, കൈമാറിപ്പോന്ന പരമ്പര പരസ്യമായി വായിച്ചു കേൾപ്പിച്ചുകൊണ്ടാണ് കൈമാറുന്നതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അതേ പൊതുസമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ആദരണീയായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇതിന് അടിവരയിട്ടുകൊണ്ട് പറയുന്നു, ഇവിടെ വായിച്ച ഇത് തന്നെയാണ് സനത്. ഈ അറബ് സഹോദരൻ, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിതാവ് അങ്ങനെ തന്നെ ആ പരമ്പരയുടെ വായിച്ചു കഴിഞ്ഞുവെന്ന് കൃത്യമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അറബി പരമ്പര വായിച്ചതിനു ശേഷം ആവർത്തിക്കുന്നു. നോക്കൂ, ആ കുടുംബത്തിന് ലഭിച്ച സനത് പരമ്പര നിങ്ങൾ വായിച്ചു കേട്ടു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദ് അൽ ഖദ്റജി അവർ വരെ അവിടുത്തെ പിതാവിന്റെ പിതാവ് ഉസ്താദുമാര്, ഷെയ്ഖുമാർ, അങ്ങനെ അത് നമുക്ക് ലഭിച്ചിരിക്കും. ഇവിടെ ജനസമൂഹത്തെ വ്യക്തമായി ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ എല്ലാ ആളുകളും കൃത്യമായി വിശ്വസിച്ചു ഇത് തന്നെയാണ് മുടിയുടെ പരമ്പര എന്ന്. അങ്ങനെ വിശ്വസിച്ചോ എന്നതിന് തെളിവ് മനസ്സിലെ വിശ്വാസം മാത്രം കണക്കിലെടുക്കേണ്ട. AP വിഭാഗം പറയണം ഞങ്ങൾ മനസ്സിലായി വിശ്വസിച്ചില്ലാതെ തെളിവില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് സിറാജ് ദിനപത്രമാണ്. ഈ സിറാജ് ദിനപത്രം എന്താണ് ഈ മുടിയുടെ പരമ്പരയെ കുറിച്ച് എഴുതിയിട്ടുള്ളത്? സമസ്ത കേരള കമ്മ്യൂണിസ്റ്റുകളെയും അതിന്റെ ആദരണീയരായ നേതാക്കന്മാരും തെറി പറഞ്ഞുകൊണ്ട് ലേഖനം എഴുതിയ ഈ സിറാജിന്റെ ദിനപത്രം 10/3/2011 OM തരുവണ എന്ന അവരുടെ ലേഖകൻ എഴുതിയിരിക്കുന്നു, 3 തുരി കേശങ്ങളാണ് മർക്കസിൽ സൂക്ഷിച്ചിരിക്കുന്നത്. 2 ബറക്കാത്തി സാദാത്തിൽ നിന്ന് ലഭിച്ചതും മറ്റൊന്ന് അബുദാബി ഹസ്രജി കുടുംബത്തിൽ നിന്ന് ലഭിച്ചതും. 2നും ആവശ്യമായ തെളിവുകളും രേഖകളും മർക്കസ് സൂക്ഷിച്ചിട്ടുണ്ട്. ആദ്യത്തേതിന്റെ പരമ്പര, സനത് എന്ന പരമ്പരനെ ഇവിടെ അർത്ഥം വെച്ചിട്ടുള്ളത് സർട്ടിഫിക്കറ്റ് എന്നല്ല. ആദ്യത്തേതിന്റെ പരമ്പര ബ്രാക്കറ്റിൽ സനത് ഈ ലേഖകൻ നേരിൽ കണ്ടതാണ്. രണ്ടാമത്താണ് കൈമാറിയത്. രണ്ടാമത്തേതിന്റെ സനത് അല്ലെങ്കിൽ രണ്ടാമത്തേതിന്റെ പരമ്പര ലക്ഷങ്ങൾ പങ്കെടുത്ത പൊതുസമ്മേളന വേദിയിൽ വായിച്ചു കേട്ടതുമാണ്. നോക്ക്, നിങ്ങൾ സിറാജ് പത്രം അടിവരയിടുന്നത് ഈ ജനലക്ഷങ്ങൾ എന്നിവർ പറയുന്ന കാരന്തൂർ സമ്മേളനത്തിൽ വെച്ച് അഹമ്മദിന്റെ പിതൃപരമ്പര വായിച്ചത് ആ പരമ്പര തന്നെ ജനലക്ഷങ്ങൾ വായിച്ചു കേട്ടതാണെന്ന് അടിവരയിട്ടു സിറാജിന്റെ ലേഖകൻ എന്ന് പറയുമ്പോൾ AP വിഭാഗം ഉദ്ദേശിച്ചതും അവർ മനസ്സിലാക്കിയതും അങ്ങനെ തന്നെയാണ്. അത് തന്നെയാണ് മുടിയുടെ പരമ്പര എന്ന് ഇവർ പച്ചയായി എഴുതി വച്ചിരിക്കുന്നു. സിറാജ് മാത്രം എഴുതി വെച്ചതല്ല. ഇത് നോക്കൂ നിങ്ങൾ, കാരന്തൂർ മർക്കസ് എന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ പേര് തിരുകേശ മഹത്വം വർത്തമാനം എന്നാണ്. സാക്ഷാൽ കാരന്തൂർ മർക്കസിലെ വിദ്യാർത്ഥി സംഘടന പുറത്തിറക്കിയ ഈ പുസ്തകത്തിന്റെ പേജ് നമ്പർ 41 നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ മുടി നമുക്ക് കൈമാറി കിട്ടിയത് റാഫി ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലൂടെയാണ്. റാഫി ഇബ്നു മാലിക്കിന്റെ പരമ്പര എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരിശോധിക്കാം. ഇവിടെ ഒരു സനദ് എന്ന് വായിച്ച ജനങ്ങളെ കബളിപ്പിച്ച അഹമ്മദ് ഖദ്റജി എന്ന ഈ അറബിയുടെ പിതൃപരമ്പര ചെന്നുമുട്ടുന്നത് റാഫി ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനാണ്. അതിലൂടെയാണ് ഈ പരമ്പരയുള്ളത് കൈമാറിപ്പോകുന്നത് എന്ന് കാരന്തൂർ മർക്കസിന് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. ഇനി അതിനൊക്കെ പുറത്ത് നിങ്ങൾക്ക് വല്ല സംശയവും ഉണ്ടെങ്കിൽ സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ആദരണീയനായ പ്രിയങ്കരനായ ഓമനപുത്രൻ AP അബ്ദുൽ ഹക്കീം അസ്ഹരി ഈ വിഷയത്തെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകമാണിത്. ഈ പുസ്തകത്തിന്റെ പേര് തിരുകേശം മദീനയുടെ സമ്മാനം.
തിരുകേശൻ കാരന്തൂർ മർക്കസിൽ എത്തിയത് നേരിട്ട് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന മുനവ്വറിൽ കൊടുത്തായിട്ട് സമ്മാനമാണ് സ്ഥാപിച്ചുകൊണ്ട് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ ഇവരെല്ലാ സംശയങ്ങൾക്കും ദൂരീകരിച്ചുകൊണ്ട് വളരെ വ്യക്തമായി ആധികാരികമായി പഠിപ്പിക്കുന്നു. ഇത് തന്നെയാണ് പരമ്പര. നേർപ്പിയുടെ മകൻ പറയുന്നു. ഈ പുസ്തകത്തിന്റെ പേജ് നമ്പർ 42 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഈ പുസ്തകത്തിന്റെ പേജ് നമ്പർ 42 മുടിയുടെ പരമ്പര ഏത് എന്ന് സുവ്യക്തമായി പ്രസ്പഷ്ടമായി രേഖപ്പെടുത്തി വെച്ച് നിങ്ങൾ കേട്ടു നോക്കൂ. ഒന്നാമത്തെ മുടിയെ കുറിച്ച് ആദ്യം പറഞ്ഞു. രണ്ടാമത്തെ തിരുകേശം ലഭിച്ചത് ഖസ്റജി ഗോത്രത്തിലെ കുടുംബത്തിൽ നിന്നാണ്. മദീനയിലെ പ്രമുഖരായ 2 ഗോത്രങ്ങളാണ് ഔസും ഖസ്റജും. ഇസ്ലാം ദീനിലേക്ക് ക്ഷണിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വരുന്ന ആളുകളെ ആഗ്രഹിച്ചിരുന്നു. അതിൽ നിന്ന് 6 പേരാണ് ആ കൊല്ലം തീർത്ഥാടനത്തിലെത്തിയത്. അവര് റാഫി ഇബ്നു മാലിക് ബിൻ അസ്സറത്തി റളിയല്ലാഹു അൻഹു എന്നവരുണ്ടായിരുന്നു. റാഫി ഇബ്നു മാലിക് അസ്സറത്തി എന്ന് പറഞ്ഞ ആരാണോ? സാക്ഷാൽ ഇവിടെ അഹമ്മദിന്റെ കുടുംബ പരമ്പര അഹമ്മദ് വായിച്ചിട്ടുണ്ട്. ആ കുടുംബ പരമ്പരയിലെ അവസാനത്തെ ഉപ്പാപ്പയാണ് മഹാനായ റാഫി ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബി വരൻ. അദ്ദേഹവും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പറയട്ടെ. തുടർന്ന് അദ്ദേഹം പറയുന്നു, ഇസ്ലാം പുണർന്ന ആദ്യത്തെ അൻസാറുകളായ സ്വഹാബികളാണിവർ. റാഫി ഇബ്നു മാലിക് അള്ളാഹു ഉൾപ്പെടെയുള്ളവർ. ഈ മഹാനിലൂടെയാണ് തിരുകേശം കൈമാറി വന്നത്. വളരെ വ്യക്തമായിട്ടാണ് ഈ പറയുന്നത്. അഹമ്മദിന്റെ പൂർവിക പിതാവായ റാഫി ഇബ്നു മാലിക് എന്ന മഹാനിലൂടെയാണ് ഈ തിരുകേശം കൈമാറി വന്നത്. കഴിഞ്ഞില്ല. തുടർന്ന് പറയട്ടെ. മഹാനെ തുടർന്ന് മകനായ റിഫാഅത്ത് എന്ന സ്വഹാബി വരനാണ് ഈ തിരുകേശം കൈവശം വച്ചിരുന്നത്. വളരെ വ്യക്തമാണ്. മർക്കസിൽ വായിച്ച ഈ അറബിയുടെ കുടുംബ പരമ്പരയിൽ നിങ്ങൾക്ക് കാണാം. അവസാനം പറയുന്ന ഈ റാഫി ഇബ്നു മാലിക്കാണ്. അദ്ദേഹത്തിന്റെ മകനായി പറഞ്ഞ റിഫാഅത്താണ് അവിടെ നിങ്ങോട്ട് പറയുന്നത്. നിങ്ങൾക്ക് ആ പരമ്പര വായിച്ചാൽ കാണാൻ സാധിക്കും. മകൻ റിഫാഅത്തിന് കൈമാറി പറയുന്നു. തുടർന്ന് നോക്കൂ നിങ്ങൾ, അവരെഴുതി വെച്ചിട്ടുള്ളത് ഈ ബദറിലും ഉഹദിലും പങ്കെടുത്ത ഈ മഹാനിൽ നിന്നുള്ള സന്താന പരമ്പരയാണ് കാലങ്ങളായി തിരുകേശം സൂക്ഷിച്ചു വരുന്നത്. ഒരു സംശയമില്ല. അപ്പൊ മാലിക് ബിൻ റാഫി ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തന്റെ മകൻ റിഫാഅത്ത് കൊടുത്തു, റിഫാ തന്റെ മകന് കൊടുത്തു. അങ്ങനെ ഈ സന്താന പരമ്പരയാണ് ഇത് കാത്തു സൂക്ഷിച്ചു പോകുന്നത്. ഈ പരമ്പരയിലെ ഇപ്പോഴത്തെ കണ്ണിയും അവസാനത്തെ കണ്ണിയായി നിലനിൽക്കുന്ന അഹമ്മദ് ഖസ്റജിക്ക് ഈ മുടി കിട്ടി. ആ അഹമ്മദ് ഖസ്റജിയാണ് ശൈഖുന കാന്തപുരത്തിന് ഈ മുടി കൈമാറിയെന്ന് ഈ പുസ്തകത്തിൽ പച്ചയായി പ്രസ്പഷ്ടമായി സുവ്യക്തമായി മലയാളം അറിയുന്ന ആർക്കും വായിച്ചു നോക്കാവുന്ന വിധം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാണ് സംശയം പറയാൻ സാധിക്കുക? ഈ മുടിയുടെ പരമ്പരയല്ല അവർ വായിച്ചത് എന്ന് വ്യക്തമായി അവർ സ്ഥാപിക്കുന്നു, പഠിപ്പിക്കുന്നു, ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ഇതാണ് മുടിയുടെ പരമ്പര. കാരണം ഇവർക്കറിയാം മുടിയുടെ കൃത്യമായ പരമ്പര അവതരിപ്പിക്കാൻ കഴിയില്ല. ഈ അറബ് സുഹൃത്തിന്റെ കുടുംബ പരമ്പര വളരെ സുന്ദരമായ കുടുംബ പരമ്പരയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് നല്ലൊരു മനുഷ്യനാണ്, പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിതാവ് നല്ല പരമ്പരയാണ്, കുടുംബമാണ്. ആ കുടുംബ പരമ്പര വായിച്ചാൽ ആർക്കും സ്വീകാര്യമാകും. ഇത് പറഞ്ഞുകൊണ്ട് ഇതാണ് മുടിയുടെ പരമ്പര എന്ന് പറഞ്ഞ് ജനസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ ജനലക്ഷണം എന്ന് അവർ പറയുന്ന ആയിരങ്ങൾക്ക് മുമ്പിൽ പ്രസംഗിച്ചു എന്ന് മാത്രമല്ല, അത് സീഡിയിലാക്കി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങൾ മുഴുവൻ എഴുതിയെന്ന് മാത്രമല്ല, സിറാജിൽ ആവർത്തിച്ചു എന്ന് മാത്രമല്ല, മുഖ്യപ്രഭാഷണത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇതാണ് മുടിയുടെ പരമ്പര എന്ന് അടിവരയിട്ടു എന്ന് മാത്രമല്ല, മുഴുവൻ മുസ്ലിം സമൂഹത്തെയും ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ കോഴിക്കോട് നമ്മുടെ SKSSFന്റെ സമ്മേളനത്തിൽ വെച്ച് അത് തൊണ്ടിയോടുകൂടി പിടികൂടി. ഇത് മുടിയുടെ പരമ്പരയല്ല, ഇത് അറബ് സഹോദരൻ അഹമ്മദിന്റെ കുടുംബ പരമ്പരയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇതാ സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇപ്പൊ തിരുത്തുന്നു. ശരിയാണ്, അത് മുടിയുടെ പരമ്പരയല്ല, അത് സംഗതി കുടുംബ പരമ്പര തന്നെയാണ് എന്ന് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കി പറയാൻ അവസാനം തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് പ്രശ്നം. നോക്കുന്നത്. അദ്ദേഹം തന്നെ പറയട്ടെ, അത് മുടിയുടെ പരമ്പരയല്ല എന്നാ തിരുത്തി പറയുന്നു. الدكتور الشيخ أحمد بن العبد النحري رماد المحققين وفقيه المسلمين مفتي المذهبين العالم الجليل سيد الشيخ محمد بن السيد الورع المدقق.
الدكتور الشيخ أحمد بن النهري عماد المحققين وفقيه المسلمين مفتي المذهبين العالم الجليل سيد الشيخ